പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു പുഡിങ് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിപ്പം 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് വലിയ റേറ്റ് ഒന്നുമില്ല, 47 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഫുള്ള് നമുക്ക് എടുക്കണം. അതിപ്പോൾ ഒന്ന് പിച്ചിക്കീറി നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം 240 ml കപ്പിൻ്റെ വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി കുതിരാനായിട്ട് നമുക്കിതങ്ങ് മാറ്റി വെച്ചേക്കാമേ. ആ സമയം കൊണ്ട് ഞാൻ പൈനാപ്പിളൊക്കെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. വലിയ പൈനാപ്പിളൊന്നും അല്ല, ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള പൈനാപ്പിളാണ്. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഒന്ന് നിരത്തിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഈ പൈനാപ്പിളിൻ്റെ ഉള്ളിലുള്ള വെള്ളവും അതുപോലെ തന്നെ പഞ്ചസാര ഉരുകി വരുമ്പം ആ ഒരു വെള്ളം എല്ലാം കൂടി ചേർന്ന് പൈനാപ്പിൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിത്തോളും. ഇതുപോലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരും. അപ്പം നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഒന്ന് സ്പാറ്റിൽ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ മാറ്റി വെച്ചു. ഇനി 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഈ ഒരു പാക്കറ്റ് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കറ്റ് ഫുൾ ഒഴിക്കുവാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ടിന്നാണെങ്കിൽ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചൈന ഗ്രാസ് കുതിർക്കാൻ വെച്ചതൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്, അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഇനി കൈയെടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ഈ പാലും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച പാലും അതുപോലെ ചൈന ഗ്രാസും ഒരുമിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാലങ്ങനെ തിളക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ്. ഞാനിപ്പം ഇടത് കൈ കൊണ്ട് ആ പാലും അതുപോലെ തന്നെ വലത്തെ കൈ കൊണ്ട് ആ ചൈന ഗ്രാസും കൂടി ഇങ്ങനെ ഒരേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് മൊത്തവും ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാമേ. അപ്പോഴത്തേക്കും നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളൊക്കെ നന്നായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും പുഡിംഗ് ഉണ്ടാക്കുമ്പം സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിക്കത്തേ ഉള്ളേ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പൈനാപ്പിൾ ഫുള്ള് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് മുകളിലേക്കാണ് ഈ 1/2 ലിറ്റർ പാൽ ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കണക്കിന് ഈ ഒരു പുഡിംഗ് ട്രേയിൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് വരുമ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി പൈനാപ്പിളും അതുപോലെ തന്നെ കുറച്ച് ബദാം ചോപ്പ് ചെയ്തോ ഒന്ന് ക്രഷ് ചെയ്തോ ഇട്ട് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. നട്ട്സ് എന്തെങ്കിലും നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കടിക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. ഇനി ഒരു 3-3.5 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. നല്ലോണം തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പുറത്ത് ഓർഡറൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ 10 ഗ്രാം ചൈന ഗ്രാസ് എന്നുള്ളതിന് പകരം ഒരു 5 ഗ്രാം കൂടെ കൂടുതൽ എടുക്കണം. 1/2 ലിറ്റർ പാലിൻ്റെ കണക്കാണ് പറയുന്നത്. കാരണം അപ്പോൾ കുറച്ചും കൂടെ കട്ടിയായിട്ടിരിക്കും. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതേ നല്ല സ്മൂത്തായിട്ട് നല്ലോണം ഇങ്ങനെ ഇളകി ആടുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല മൗത്ത് വാട്ടറിങ് റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണും. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.